ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി തിരക്കുകൾ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ കുറഞ്ഞു പോകുന്നു കേട്ടോ. കാരണം ഇവിടെ കസ്റ്റമർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓടിച്ചൊക്കെ വീഡിയോ ചെയ്യാനൊന്നും ഒരിക്കലും തന്നെ സമയം എപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നേ കുറച്ച് ഈ ഒറിജിനൽ സബ് വൂഫറുകൾ കണ്ടോ. പൈനിയറിൻ്റെ ഏറ്റവും കൂടിയ ഒരു സബ് വൂഫർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിലും കൂടി ഇല്ലെന്നല്ല, 1600 വാട്ട്സിൻ്റെ പൈനിയറിൻ്റെ 500 വാട്ട്സ് RMS കിട്ടുന്ന ചാമ്പ്യൻ സീരീസിലുള്ള ഒറിജിനൽ സബ് വൂഫർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എപ്പോഴും അത് കിട്ടാറില്ല. ഇതിന് വരുമ്പോൾ 10,390 ഇതിൻ്റെ വില വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ പൈനിയറിൻ്റെ തന്നെ നമുക്കിവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സ്പീക്കർ എന്ന് പറഞ്ഞാൽ 650 വാട്ട്സ് ആണ്. ഇതിന് 100 വാട്ട്സ് RMS ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയുള്ളൊരു സാധനവും കുറേ വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെയുള്ള JBL ഇരിപ്പുണ്ട്. JBL 1500 ഒറിജിനൽ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ വില കൂടിയിട്ടുണ്ട്. JBL 9400 വരും പുതിയ വില. പിന്നെ വന്നിട്ടുണ്ട് സോണി കുറേ പീസ് ഇരിപ്പുണ്ട്. ഇതുണ്ട് കുറച്ച് നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്നത് മൊത്തം അടിച്ചെടുത്ത് ആ കമ്പനിയിൽ നിന്ന്. പിന്നെ പൈനിയറിൻ്റെ ഡ്യുവൽ കോയിൽ തന്നെ നമുക്ക് ഇച്ചിരി വില കുറഞ്ഞ ഒരു സാധനമുണ്ട്. ഇതിനിപ്പോൾ 7500 രൂപ വരും. ഇത് JBL, ഇത് സോണിക്ക് ഇപ്പോൾ പഴയ വില. പിന്നെ നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം ബോക്സ് സ്റ്റിക്ക് ഉണ്ട്. ഇത് വരുമ്പോൾ 3990, 2990, 15 2990, 3990 എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചെന്നുള്ളൂ. പിന്നെ പഞ്ച് ബോക്സുകളെല്ലാം ഇരിപ്പുണ്ട്, ചെറിയ ബോക്സുകളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ഓഡിറ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നല്ലൊരു ബ്രാൻഡാണ് ഇത്. ഓഡിറ്ററിൻ്റെ 700 വാട്ട്സ് ഉള്ള ഒരു സ്പീക്കറാണ് ഇത്. നമുക്ക് വരുമ്പോൾ 3990 വരുന്ന ഒരു മോഡലാണ് MRP. ഇത് നമുക്ക് ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫുൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു നല്ലൊരു സബ് വൂഫറാണ് ഇത്. കാണിക്കാം ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ ഈ വില കുറഞ്ഞുള്ള നോക്കുന്ന ഇതിപ്പോൾ അത് മുറുക്കാനുള്ള സ്ക്രൂവ്, പിന്നെ അതിൻ്റെ എന്താണെന്ന് വെട്ടാനുള്ള പെട്ടി വെട്ടാനുള്ള റൗണ്ട്, ഇതാണ് അതിൻ്റെ. ഇവിടെ വെച്ചോ, അവിടെ വെച്ചേട്ടാ. ഇതാണ് ഇതിൻ്റെ ഊഫർ. ഇപ്പോൾ നമുക്കൊരു ഇച്ചിരി വില കുറഞ്ഞതും വേണം, നല്ല ക്വാളിറ്റി ഉള്ളതും വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല അടിപൊളി സാധനമാണ് ഈ ഓഡിറ്ററിൻ്റെ സബ് വൂഫർ. അതിപ്പോൾ പൈനിയറൊക്കെ പോലെ തന്നെ നമുക്ക് അതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് നല്ല ടൈപ്പ് കണക്ഷനൊക്കെയാണ്. ഇതാണ് അതിൻ്റെ മാഗ്നറ്റൊക്കെ, വലിയ ഹെവി മാഗ്നറ്റാണ്. ഇതാണ് സാധനം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഇതും പേപ്പറും എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഇതാണ് അതിൻ്റെ മാഗ്നറ്റ്. അപ്പോൾ ഇത് ഒരിച്ചിരി വില കുറയുകയും എന്നാൽ ക്വാളിറ്റി ഒട്ടും കുറയരുതെന്നും ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല സബ് വൂഫറാണ്. 10 ഇഞ്ചാണ്. പിന്നെ അത് വെക്കാനുള്ള നമ്മുടെ ഡ്യുവൽ പഞ്ച് ബോക്സ് ഉണ്ട്, ഓപ്പൺ ബോക്സ്. ഈ ബോക്സിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സബ് വൂഫറിൻ്റെ കേസിൽ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് കാണിക്കാനുള്ള. പിന്നെ കുറഞ്ഞ സബ് വൂഫറുണ്ട് കേട്ടോ. 8 ഇഞ്ച് 6 ഇഞ്ച് ഒക്കെ സബ് വൂഫറുണ്ട്. ബ്രാൻഡഡ് കമ്പനികൾക്കൊന്നും, സോണി, JBL, പൈനിയർ പോലെയുള്ള കമ്പനികൾക്കൊന്നും 8 ഇഞ്ചും 10 ഇഞ്ചും ഒന്നും സബ് വൂഫർ ഇല്ല. എല്ലാം 12 ഇഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും അങ്ങനെ 8 ഇഞ്ച് 10 ഇഞ്ച് സബ് വൂഫർ കിട്ടുവാണെങ്കിൽ 100% ഡ്യൂപ്ലിക്കേറ്റാണ്. ഇങ്ങനൊരു സംഭവമില്ല. അതതിൻ്റെ കോപ്പി അടിച്ച് ആൾക്കാർ ആ പേര് വെച്ച് വിടുന്നുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചെപ്പോഴും മേടിക്കുക. അപ്പോൾ ഈ ഒറിജിനലും കോപ്പിയും കാണിക്കുന്നതിൻ്റെ പേരിൽ ചെറിയ ത്രെഡൊക്കെ എനിക്കുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സത്യം പറയുന്നിടത്ത് ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ആരെയും ഭീഷണിയൊക്കെ ഉണ്ട് ഇച്ചിരി. ഓക്കെ, അപ്പം ഇതൊന്ന് കാണിച്ചെന്നുള്ളൂ. നമുക്ക് അടുത്ത സംഭവങ്ങൾ പിന്നെ കാണിക്കാം. ഇത് ഓഡിറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് 10 ഇഞ്ചാണ് സബ് വൂഫർ കയറ്റിയതാണ്. ഇതിപ്പോൾ നമുക്ക് സാധാരണ സോണി, പൈനിയറൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വലിയ വിലയാവുന്നവർക്ക്, എന്നാൽ അത്രയും തന്നെ ബഹളമൊന്നും വേണ്ടെന്നുള്ളവർക്ക് കൊള്ളാവുന്ന ഒരു ബ്രാൻഡഡ് സാധനമാണ്. നമ്മൾ ഇന്ത്യൻ ബ്രാൻഡുകൾ ലോക്കൽ സബ് വൂഫർ പോലെ അല്ല ഇത്. ഫുള്ളി ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു നല്ല ബ്രാൻഡാണ് ഓഡിറ്റർ. പലർക്കും അറിയാം. എന്നെ ഇതൊരു ബസ്സിൻ്റെ ഓണറാണ് ഈ ബ്രാൻഡ് എന്നോട് എടുക്കാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. പുള്ളിയുടെ ബസ്സിൽ ഇത് വെച്ചിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കൂടി പറഞ്ഞു. അപ്പോൾ 10 ഇഞ്ച് ആയതുകൊണ്ട് ബസ്സിൻ്റെ അടിയിൽ അണ്ടർ സീറ്റൊക്കെ വെക്കാനൊക്കെ വളരെ സൗകര്യമുണ്ട്. അപ്പോൾ ഇത് പഞ്ച് ബോക്സിനകത്ത് കയറ്റിയതാണ് ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനായിട്ട്. 1 2 3 4 5 6 8 സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ്
അച്ഛൻ പാട്ട് കേൾക്കുന്ന പാട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി. സാധനം നമ്മൾ വെക്കല്ലേ, അത് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. ഇപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് ഇത് കണക്റ്റഡാ. ഇഷ്ടമുള്ള കേട്ടോ. ചേട്ടാ ഇതിപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് പുള്ളിയുടെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇരുന്ന പാട്ടെല്ലാം കേൾക്കാം. പിന്നെ ടി വി ആയിട്ട് കണക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ കുത്തിയാൽ മതി. ടി വി ആയിട്ട് കണക്ട് ചെയ്യാം. ടി വിയുടെ ഹെഡ്ഫോൺ ഔട്ട് എടുത്ത് ഇതിട്ട് കൊടുത്താൽ മതി. എന്തായാലും നാൾ പഴക്കമുള്ള ടി വിയാണ്. അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ സാധനം 4500. അത് ഏത് സ്പീക്കർ വേണേൽ എടുക്കാം. സോണി എടുക്കാം, പൈനിയർ എടുക്കാം, JBL എടുക്കാം, ഏത് വേണേൽ എടുക്കാം. അന്നേരം ചെയ്ത് തരുക. ഇതിപ്പോൾ കണക്റ്റ് ആയല്ലോ. ഇപ്പം അച്ഛന് ടി വിയിലോട്ട് കണക്ട് ചെയ്യാൻ ചെയ്ത് കൊടുത്തോ. സാറിൻ്റെ പേരെങ്ങനെ? ജെയിംസ് സാറ് എന്നെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളെല്ലാം കാണാൻ വന്നതാണ്. സാറ് ഹൈദരാബാദിലായിരുന്നു അല്ലേ, ഇലക്ട്രോണിക്സ് ഫീൽഡായിരുന്നു. ഓക്കെ, സാറിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. ഇപ്പൊ പാമ്പാടിയിലാണ് താമസിക്കുന്നത്, കറുകച്ചാല. ഓക്കെ ഓക്കെ, നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ശരിക്കും ഈ കറുകച്ചാല് സ്വന്തം വീടോ വല്ലതും ഉണ്ടോ? ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് നേരത്തെ നമ്മുടെ തറവാട് വീടോ അങ്ങനെ വല്ലതും ഉണ്ടോ? ആ ഒരു റേറ്റിലാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നു അല്ലേ? ഹൈദരാബാദിലായിരുന്നു ഒത്തിരി വർഷമായിട്ട് ജോലി ചെയ്തത്. 38 വർഷം. ഒരാഴ്ച അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കണ്ടത് സന്തോഷം. ജോലി ഉള്ളതുകൊണ്ട് ഞാൻ കയറി പോവാണ്. ഓക്കെ, തിരിച്ചുകൊണ്ടുകൂടെ വീഡിയോ എടുക്കുക, ഷോട്ടോ എടുക്കുക, രണ്ടും എടുക്കുക. ഇതെടുക്കാം. ഈ ഫോട്ടോസിൻ്റെ കുട്ടികൾ ഫോട്ടോ അതേ പിടിക്കാൻ പാടാണ്. നീ പറഞ്ഞാൽ ഇവിടെ പിടി പറഞ്ഞാൽ അതേ പിടിക്കും. ഓക്കെ, പിടിച്ചോ. എന്നാ തീക്കും വെള്ളം കയറുകയാണ്.
ഈ സകല കാര്യങ്ങളില്ല. നീ തന്നെ അവിടെ വെച്ചിട്ട് പോയത് 2 ആഴ്ച മുമ്പ്. അപ്പോഴും നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഇതുവരെ വന്നിട്ട് നിന്നിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്യണം. അവർ ഇതൊക്കെ കെട്ടി വെച്ചാൽ ഇത് കറക്റ്റ് കേട്ടോ. ഇത് ഈ കുഴി ഇങ്ങനെ ഫുള്ള് കറക്റ്റ് ഇങ്ങനെ കളയാത്. എന്നിട്ട് പിന്നെ ഈ സൈഡും കൂടി എടുത്ത് ഇങ്ങനെ ഇറക്കുകയാണ്. അതെ, ഞങ്ങൾ കുഴി മേടിച്ചു. ഈ എഴുത്തൊന്നും എവിടേക്കോ കൊടുത്ത് കുത്തിപ്പറിച്ച് വെച്ചേക്കുവാണേ. മുഴുവൻ നടന്ന് ഒടിഞ്ഞിരിക്കുവാണേ. കൊറിയർ വന്ന പടിയാണ്, നമ്മൾ പൊട്ടിച്ചതേ ഉള്ളൂ. ഈ അവസ്ഥയാണ്. എഴുത്ത് പോകണ്ട. എന്നിട്ട് ഇതിനകത്തേക്ക് ഇവിടെ കേൾക്കണം. എന്നിട്ട് നമ്മുടെ മറ്റേ കൺട്രോൾ കുറേ കിട്ടണം. ഉണ്ടാക്കി വെച്ചൊക്കെ മറന്നുപോയി. മൊത്തം തുരുമ്പാണ്. കവറ് ഒന്നും എടുക്കുന്നില്ല. ഇതേന്ന് എടുക്കാം. ഇതേന്ന് എടുത്ത് നമ്മുടെ പവർ സപ്ലൈ ഇതിനകത്ത് വെച്ച് ഇതിലോട്ട് കൊടുത്താണ്. അല്ലെങ്കിൽ ഇതിന്റെ പവർ സപ്ലൈ തന്നെ ഇതിനിവിടെ ഉണ്ട്. ആ പവർ സപ്ലൈ തന്നെ യൂസ് 32 വോൾട്ട് 24 വോൾട്ട് ഇതിനകത്ത് ഞാൻ വെച്ചുതരാം. ഒരു 24 വോൾട്ട് പവർ സപ്ലൈ ആണ് എനിക്ക്. ഒരു 24 വോൾട്ട് പവർ സപ്ലൈ ആണ് എനിക്ക്. എൻ്റെ സർവീസ് ചാർജ് എന്തായാലും തന്നാൽ മതി. കഷ്ടപ്പാട് കൂലി എന്ന് പറഞ്ഞാൽ 750 രൂപ ഞങ്ങളുടെ ഫിക്സഡ് ചാർജ്. നിങ്ങളോട് ഒത്തിരി കാശ് മേടിക്കണ്ട, ഒത്തിരി പണിയെടുത്താൽ 750 രൂപ തന്നാൽ മതി. സോണി വന്നിട്ടുണ്ട്. സോണിയുടെ സബ്വൂഫർ വേണ്ടവർക്ക് വന്നിട്ടുണ്ട്. സോണിയുടെ സബ്വൂഫർ വന്നിട്ടുണ്ട്. കാണിക്കാൻ പറ്റിയില്ല ഇന്നലെ. സോണി അവർ പോലെ വന്നിട്ടുണ്ട്. പൈനിയർ വന്നിട്ടുണ്ട്. JBL ഉണ്ട്. JBL സോണി പൈനിയർ. JBL ഇതിൻ്റെ മോഡൽ നമ്പർ ഏതാ? മറ്റേ 100 നമ്മൾ ചെയ്തത്. ഇതൊക്കെ ഈ സൈഡൊക്കെ ആരോ അഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റാ. ബാറ്ററി പൊക്കിക്കെടുത്തു. അത് ഊരാന്നാ ബാറ്ററി അല്ലത്. നോക്കാം. JBLൻ്റെ 110 പാർട്ടി ബോക്സ്. ഇത് എത്ര നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുവാ? അതുവരെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ വന്ന എങ്ങനെയാ? ഓ, സർവീസ് ചെയ്യാൻ വേണ്ടി ഇളക്കി. അഴിക്കാൻ നൂറാവില്ല. അതിൻ്റെ പുള്ളി അതാണ് സുല്ലിട്ടു. അതിവിടെ മുഴുവൻ കുത്തി വൃത്തികേടാക്കി. ഇത് കണ്ടില്ലേ? ഇത് കാണിച്ചു. പശ ഇട്ട് വെച്ച അവസാനം. ചേട്ടനോ? ഓക്കെ. അമ്പലത്തിലെ പൂജാരിയാണോ? സ്വാമിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അഴിക്കാം. വാ, നിർത്തിക്കാം. ഒന്നിച്ചു വെച്ചു. അല്ല, അഴിച്ചെല്ലാം നോക്കിയോ പുള്ളി? ടോപ്പ് മാത്രമേ അഴിച്ചുള്ളൂ. അടി അഴിച്ചപ്പോൾ പുള്ളിക്ക് ബാക്കി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. തിരിച്ചു തന്നേച്ചു.
പിന്നെ അഴിച്ച് വീട്ടിൽ കൊണ്ട് തന്നു. ഞാനിങ്ങനെ സെറ്റ് ഇങ്ങനെ നാശമാക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. അതിപ്പോൾ ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. അത് നമ്മളെപ്പോലെ തന്നെയുള്ള ടെക്നീഷ്യന്മാരോട് ഇതറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ All this time, I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even burning? Do you even leave now, make your escape. You know the fortune favors the brave. So close, just get away. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your do you even do you even I get lost when I look in your eyes. I just want to be next to your I get lost when I look in your do you even do you even ഞാൻ നിങ്ങളുടെ വീഡിയോ ഒത്തിരിക്കാലമായിട്ട് കാണുന്നത്. പക്ഷേ ഇത് ഇത്രയും അടുത്താണെന്ന് എനിക്ക് അറിയില്ല. വലിയ സ്ലീവ് ഞാനിവിടെ 35 വർഷമായിട്ടുണ്ട്. ആണല്ലേ? പക്ഷെ ഞങ്ങൾ ഈ സോണി മാത്രം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടേ സാധാരണ ജനങ്ങളിലേക്ക് അധികം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ, കാരണം സോണി മേടിക്കുന്ന ഒരു ഭാഗം നല്ല വലിയ മുതലാളിമാരിവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചെറിയ സെറ്റുകൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, വേറെ ബ്രാൻഡ് അധികം ചെയ്തിട്ടില്ല. അടുത്ത പേര് ഒരെണ്ണം ചെയ്തു ആദ്യം എന്താ? ആ, ഇത് ഞാൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിപ്പോൾ രണ്ടാമത്തെ അല്ലേ? ആ മുതലാളിമാരെല്ലാം മരിച്ചുപോയി. മക്കളെല്ലാം രാജ്യം വിട്ടും പോയി. നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു സോണിയുടെ 4 ലക്ഷം രൂപ ടി വി വേണം. ഞാൻ പറഞ്ഞ എടുത്തു തരാൻ സ്റ്റോക്കില്ല.
അല്ല സോണിച്ചേട്ടൻ തന്നെ വന്നാൽ മതി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഇവിടെ വരുന്ന പപ്പായുടെ കൂടെ വരുന്ന ഇന്നേരത്തെയാന്ന് പറഞ്ഞു. എടുത്തു പുള്ളി ഇപ്പോൾ അവിടെ ആണ്ട് ഫ്ലൈറ്റോ ആണ്ട് 3 ഫ്ലൈറ്റും കാണുന്നുണ്ട് പുള്ളിക്ക്. ഞാൻ പണ്ട് തൊട്ട് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരുമായിട്ടായിരുന്നു കൂട്ടുകൂടുന്നത്. കാരണം അവർ അന്നും എൻ്റെ ഗൂഗിളൊന്നുമില്ല ചോദിക്കാൻ. എന്നാൽ അവരോട് ചോദിച്ചാൽ കുറച്ച് അനുഭവ ഗുണങ്ങളെങ്കിലും കിട്ടും. ഇന്നിപ്പോൾ പിള്ളേർക്ക് ആരോടും ചോദിക്കണ്ട, ഹായ് ഗൂഗിൾ എന്താണിതെന്ന് ചോദിച്ചാൽ മതി. അവർക്ക് അത്രയും ഗുണമുണ്ട്. കഴിച്ചോ? ഒന്നുമില്ല സാറ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറുക, സോണി ജിൻസി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് കയറി കണ്ടോ, ഫോട്ടോ ഒന്നും കണ്ട. സോണി ജിൻസി, SONY സോണി JINCY ജിൻസി. അങ്ങനെ അടിച്ചാൽ കിട്ടും. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് പേര്. സോണി ജിൻസി എന്ന് അടിച്ചാൽ കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാ സൈസ് സാധനങ്ങളുണ്ട്. കുറച്ച് വീഡിയോസ് കണ്ടോ, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. വണ്ടി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടു പഠിച്ച് വെച്ചോ. ഓക്കെ. അതല്ലേ, സ്പീക്കറെല്ലാം ഉണ്ടല്ലേ? കേബിൾ പോയതുള്ളൂ. നോക്കാം നമുക്ക്. കൊണ്ടുവന്നാൽ മതി. അടുത്ത ആഴ്ച കൊണ്ടുവന്നാലും മതി. ഈ ആഴ്ചയെല്ലാം ഒത്തിരി പേരെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സെറ്റ് ചെയ്ത് ഇറക്കാനുണ്ട്. അതിൻ്റെ ഒരു തിരക്കിൽ ഞങ്ങൾ ഇന്ന് രാവിലെ വന്ന ഒരു 20 സെറ്റെങ്കിലും ചെയ്ത് ഇറക്കണം എന്നോർത്ത് വന്ന അന്തേക്ക് ഇവർ വന്നു. അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ, അടുത്ത ഒരു ചൊവ്വാഴ്ചയോ എല്ലാം കൊണ്ടുവന്നാൽ കൊണ്ടുവരാം. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. സബ് അഴിച്ചോ, അവനറിയാം. അഴിച്ച് ചെന്നാൽ വേല ഞാൻ ചെയ്തോളാം. ഈ സാധനമായിരിക്കും കറണ്ട് ചാർജ് തിന്നുന്നത് കേട്ടോ. ഇതേ 2000 വാട്ട്സ് അത്. കനൽ പോലെ 2000 വാട്ട്സാ. പക്ഷെ നിമിഷ നേരം കൊണ്ട് അടിപൊളിയാണ്. തീ പോലെ ആവും അതിനകത്ത്. ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ ജർമ്മൻ അല്ലേ? അത് തീ ഉണ്ടോ? എടാ ഇത് സോൾഡറിങ് ചെയ്യാൻ ചൂടല്ലേ ഇത്? അല്ലേ? ഓഫ് ചെയ്തോ? ഇത് ഇച്ചിരി കട്ടി കൂടുതലുണ്ട്. ചേട്ടനെ കുറച്ചാലും കുഴപ്പമില്ല. കയറിപ്പോവാനേ ഇങ്ങനെ. അതിനകത്ത് നിറച്ച് ഉറുമ്പാണോ? വെയിലത്തുകൊണ്ടേ വെക്ക്. വല്ല അരിച്ചിട്ടുണ്ടോ? വല്ല അരിച്ച് തിന്നോ? മിഷൻ എടുത്ത് കൊടുത്തേടാ, സ്ക്രൂ ഡ്രൈവർ. പെട്ടെന്ന് അഴിച്ചെടുക്കും. അവന് മിഷൻ. ഇതിന്റെ ചാർജർ നിനക്ക് മേളിൽ നിന്ന് കിട്ടിയതാണോ? എടുക്കാൻ അച്ഛൻ എന്നായിരുന്നു ജോലി? എന്നായിരുന്നു?
ഞാൻ ബാങ്കിലായിരുന്നു അവസാനം, ആ എയർഫോഴ്സിലായിരുന്നു ഒരു 9 വർഷം. ആ എയർഫോഴ്സുണ്ട്. എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സുകാരൊക്കെ നല്ല ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ട് നിൽക്കേണ്ടതല്ലേ? അത് ഇതിപ്പോൾ പ്രായം എത്രയായിരുന്നു വേണ്ട, ഇപ്പം എത്ര വയസ്സായി? ഫിറ്റൊക്കെ ആയിരുന്നു. 77 വയസ്സായി. 86 വയസ്സായ എൻ്റെ കാർന്നവരിപ്പോഴും മരത്തെ കയറും. ആണല്ലോ. ആ അത് എനിക്ക് പുള്ളിയുടെ പകുതി ആരോഗ്യമില്ല, പുള്ളിയുടെ പകുതി ആരോഗ്യം എനിക്കില്ല. ഞാൻ ഈ ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോഴേ ആ എക്സർസൈസും ഇല്ല, അതുപോലെ ബാഡ്മിന്റൺ അതുവരെ ഭയങ്കര എക്സസൈസും അതുവരെ അവിടെ എൻ്റെ കുഴപ്പം. ആ ചെയ്തോണ്ടിരുന്ന കണ്ടിന്യൂ ചെയ്യണം, ചെയ്യണം. അല്ല വേറെ ആയിരിക്കും. അതില്ലാതെ പിന്നെ കോട്ട ഉണ്ടോ നിങ്ങൾക്ക്? കോട്ട ഉണ്ടോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു കുറവില്ല. ആ കോട്ട അടിക്കോ വിൽക്കുവോ? അടിക്കും അടിക്കും. ആ അല്ല ചിലരുണ്ട് വിൽക്കുന്നവരുണ്ട്. ഉണ്ട്, ഉണ്ട്. അതെ, ഇത് അടിക്കാൻ തന്നെ കഴിയുന്നില്ല. അതെ അതെ. അതെ സ്ക്രൂ ഡ്രൈവർ വെച്ച് എല്ലാം ഒന്ന് ചെറുതായിട്ട് അനക്കി വെച്ചിട്ട് മിഷൻ പിടിച്ചാൽ മതി, അപ്പോൾ ഈസി ആയിട്ട് ഇഞ്ഞു പോകും. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സാധനമല്ലേ. ആ ആ ചേച്ചി ഭയങ്കര വീഡിയോ കൊടുക്കണം. ഇത് വീഡിയോ പിടിച്ചിട്ടല്ല യൂട്യൂബ് കാശ് കിട്ടുള്ളൂ. ഓ അങ്ങനെ. ആ ഡെയിലി $10-50 കിട്ടുമ്പോൾ വീഡിയോ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ പോലെ. ഇപ്പോൾ ആണെങ്കിൽ 98 രൂപ എങ്ങാനും. ഞങ്ങളെ പൊള്ളിച്ചോട്ട് വരുന്നത്. വരുന്നത് അല്ല വീഡിയോ യൂട്യൂബ് തരുന്ന കൂടുതൽ ആൾക്കാർ വന്ന് കിട്ടുന്നുണ്ട്. ആ, പിന്നെ എന്നാലും മറ്റേ ഡോളർ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. സന്തോഷം കാണിച്ച് വാങ്ങിയിട്ടുണ്ടാവും. ണ്ടോ ഞാൻ ആദ്യം ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ 63 ഞാൻ 43 രൂപയുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ പോകുമ്പോൾ 43 രൂപയ്ക്കാണ് നമ്മൾ ഡോളർ അന്ന് മേടിച്ചോണ്ട് പോയത്. വണക്കം സാർ. വണക്കം സാർ. ആ നമ്മൾ വന്നത് നമ്മുടെ വണ്ടിയുടെ സ്റ്റീരിയോ ആ അത് ഒന്ന് നല്ലൊരു സ്റ്റീരിയോ വെക്കാനോ? എൻ്റെ കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ്. ഇവിടെ കൊണ്ട് ഞങ്ങൾ 10 മണി മുതൽ 3 മണി വരെ അത്രേ ഉള്ളൂ. ആ ശരി. എല്ലാ സൺഡേ അവധിയാണ്, ബാക്കി ദിവസങ്ങളിലെല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ആ ടൈമിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ മതി. ശരി. SD കാർഡ് ചോദിക്കുന്നു. SD കാർഡ് ചോദിക്കുന്നു. ആണോ? എന്തിനാ? നമ്മുടെ ഫോട്ടോ ഒക്കെ അതിനകത്ത് കേട്ടിട്ട് ഒരു രസം. പക്ഷേ പണപ്പെരുപ്പ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം അല്ലേ? പിന്നെ ഭയങ്കര പണപ്പെരുപ്പ്. പണ്ട് നമ്മളൊരു പൈസ ഇത്രയും കിട്ടുകയില്ല. അപ്പം അതിൻ്റെ ഒരു വാല്യൂ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൂടുതൽ അവൈലബിലിറ്റി കൂടി. കൂടി അതെ. FTRTO ഏതാണ്ടൊക്കെ കുറച്ച് ടാക്സ്, ഒരു 250 രൂപ ടാക്സ് എന്തോ സാധനം പിടിച്ചിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ ഒരു 45 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട്. അത് ചെറിയ തുകകളൊക്കെ വരുന്നുള്ളൂ, അത് വലിയ തുകയല്ലല്ലോ. ഹലോ അഞ്ഞു കൊണ്ടുവരും മോനെ, അതുപോലെ ഭദ്രമാക്കി അഞ്ഞു കൊണ്ടുവരണ്ട. STKC ഒക്കെ ഉണ്ട്. ഇത് മാത്രം ഇട്ടാൽ ഇന്ന് സെലിബ്രേഷൻ ആയിരിക്കും. ഈ സാധനമൊക്കെ ഇതിനകത്ത് നിന്ന് അല്ല, അതെല്ലാം തൊളയടഞ്ഞോടെ ഇരുന്നോട്ടെ. നമ്മുടെ ആമ്പ് പോയി അതിന് പോകുന്ന ആ അതെല്ലാം എനിക്കറിയാം. അത് പോകാം. യമഹക്കാരൻ മതി മതി മതി. 9 or 2000. അല്ലല്ലോ 2000 STK 404-050 കാണിച്ചു. 3 വന്നപ്പോൾ ഇതും കൊണ്ടല്ലേ ഇറങ്ങി. 3 വന്നപ്പോൾ കൊണ്ടുവന്നില്ല. ഇത് AC കോഡിൽ കൂടെ ഇട്ടാരേ കേട്ടോ മോനെ. ഇത് AC കോഡിൻ്റെ അതിൽ ഇട്ടാരി വേറെ. നമ്മൾ ഫൈനലി ബാക്കിയെല്ലാം സീൽഡാണേ, കാരണം വേറെ വെട്ടിയില്ല ഇതിനെ കേട്ടോ. 2005. ഇത് ബാറ്ററി വെച്ച് നോക്കിയോ മോനെ. ഏത് സ്പീക്കർ കിട്ടിയാലും അത്രയും നമ്മൾ ജോലി ചെയ്തു. ആ അല്ലേ ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് ടി വി കണക്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇല്ലല്ലോ? ഉണ്ടല്ലോ, അതിന് വരും. അതിന് ഈ ആ ആംപ്ലിഫയർ പിന്നെ ഓഹോ
അതിന് ബ്ലൂടൂത്ത് വരും, USB കാർഡ് വരും, ഓക്സ് രണ്ട് കിടുപിടിയൊക്കെ വരും. പവർ കേബിൾ കണ്ടില്ലായിരുന്നു ഇതിൻ്റെ? പവർ കേബിൾ അതിലുണ്ട്. ഉണ്ട്. പവർ കേബിൾ അല്ല, മറ്റേ എല്ലാം നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതാ ഇതുപോലത്തെ കേബിൾ ഇതിൻ്റെ താഴെ കിടക്കുന്ന പോലത്തെ കേബിൾ. ഇത്? ആ മതി മതി മതി. അതെ TV പൊട്ടിത്തെറിക്കല്ലേ. നമ്മൾ ഒരു സ്ക്രൂ പോലും എടുത്ത് കളയില്ല, ഉപയോഗമില്ല. കളയത്തില്ലല്ലോ, ഇതെല്ലാം ഉപയോഗമില്ല. മിനി ഒരു ചൂലുമായിട്ട് വരാമോ? മിനി ഒരു ചൂലുമായിട്ട് വന്നോ? മിനി ചൂലുമായിട്ട്. TV വിളിച്ചാണോ സാറേ? അതെ, ഒരു JBLൻ്റെ ഒരു സബ്വൂഫർ അയച്ചു. അതിനകത്ത് നിറയെ ഉറുമ്പ്, അത് മൊത്തം അവിടെ ആയി. അത് നീ ഇവിടെ വെക്കാം, വെയിലത്ത് വെക്കണ്ടേ, എന്നാലല്ലേ പോവുള്ളൂ. ആ, അത് മുഴുവൻ നമ്മുടെ കടയിൽ കയറുന്ന അവസ്ഥയായി. ഇതെല്ലാം ഇനി അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പോയി. ഇവിടെ ചൂടുള്ളൂ, വെയിൽ. അവനും ശരിയാക്കോ? ഹോളുണ്ട്, എന്നാൽ ഇരുന്നോട്ടാണ്. ഹോളില്ലേ? ഇല്ല, അതങ്ങോട്ടോ, ഭയങ്കര കനമാണ്. ഇരുന്നോട്ടെ. ഓണാകത്ത് സെറ്റാ അല്ലേ? അതെ, അപ്പോൾ കുഴപ്പമില്ല. ഇത് പഴയ മോഡലല്ലേ, എടുത്തോ. ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല, എടുത്തോ. ചൂടാകത്ത്. All this time, I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you? കുത്തിക്ക്. സോണി
ഇതിലെ എൻ്റെ ഡിസ്ക് ഇടുന്നത് ഇതിൽ. ഇത് ജക്ഷൻ. അപ്പോൾ ഇത് കൊടുക്കും. ഓക്കെ, ഇത് വെച്ച് കൊണ്ട് വെച്ചത് വാൾ മൗണ്ട് റിസീവറാണിത്. വാൾ മൗണ്ടഡ് ഓഡിയോ സിസ്റ്റം, വാൾ മൗണ്ടിങ് ബ്രാക്കറ്റ് സഹിതം. ടോട്ടൽ 150 വാട്ട്സ് RMS, ടോട്ടൽ 2000 വാട്ട്സ് PMBO വരുന്ന പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, SD കാർഡ്, CD എല്ലാം ഇടുന്ന ഒരു ഡിസ്പ്ലേയും കൂടെ ഉള്ള ഒരു സാധനമാണിത്. ഇതിപ്പോൾ സോണിയുടെ എംബ്ലമൊക്കെ കത്തുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഈ കണ്ടല്ലോ, ഈ സാധനം ഇപ്പോൾ ഞാൻ ഓണാക്കുമ്പോൾ അതവിടെ തെളിയും. ഇവിടെ ഒരു സ്ക്രീനുണ്ട്. സ്ക്രീൻ ഇപ്പോൾ ഓണാകുന്നില്ല. ഇതിപ്പോൾ സെറ്റ് ഓണായിട്ടുണ്ട്. ഈ സ്ക്രീൻ റെഡിയാക്കിയാൽ ഈ സെറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. സ്ക്രീനാണ് പോയിരിക്കുന്നത്. സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് മോഡിലാണ് ഇത് കിടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുക. CD എടുക്കുന്നുണ്ട്, പെൻഡ്രൈവ് എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ ഏത് കണ്ടീഷനിലാണെന്ന് അറിയാനുള്ള ഡിസ്പ്ലേ ഇതിനില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, ഹാങ് ചെയ്തിരുന്നു. ഫോട്ടോയും മ്യൂസിക്കും. ഫോട്ടോയും ഇതിനകത്ത് കാണാം. ഭിത്തിയെ വെക്കുന്ന ഒരു പ്ലെയറാണ്. നല്ല ഡിസൈനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനെ, ഇതൊക്കെ ഇപ്പോൾ ഇറക്കിയാലുണ്ടല്ലോ പുഷ്പം പോലെ വയ്ക്കും. LNC ഇതൊക്കെ ഇപ്പോൾ ഇറക്കിയാലേ പുഷ്പം പോലെ വയ്ക്കും. ഒന്ന് ഇറക്കിയാലോ ഒരു കമ്പനിക്കാർ. എന്നാ മോനെ, പൊട്ടിക്കാതെ ഇതൊക്കെ ഡിസ്പ്ലേ